കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിലിരുന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ വീഴ്ചകളെ പുറം ലോകത്തെ അറിയിച്ച 17-കാരനാണ് ഈ ദിവസങ്ങളിലെ വാർത്താ താരം. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡുകളിലൊന്നായ CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ വീഴ്ചകളും ക്രമക്കേടും കണക്കും കാര്യവും നിരത്തി പുറത്തെത്തിച്ചത് ഒരു രാഷ്ട്രീയ നേതാവോ അന്വേഷണ ഏജൻസിയോ അല്ല, +2 വിദ്യാർത്ഥിയായ സാർഥക് സിദ്ധാന്തിന്റെ ബ്ലോഗാണ്. ഇത്തവണ CBSE +2 പരീക്ഷാഫലം വന്നപ്പോൾ സാർഥകിന് ചില പേപ്പറുകളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവ് മാർക്കായിരുന്നു. കാരണം അന്വേഷിച്ചിറങ്ങിയ അവൻ പരിശോധിച്ച പേപ്പറിന്റെ ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെട്ടു. ലഭിച്ചത് ക്ലാരിറ്റി ഇല്ലാത്ത സ്കാൻഡ് കോപ്പികൾ. പല പേജുകളും കാണാനില്ല, പലതിലും ഉത്തരങ്ങൾ നോക്കിയിട്ട് പോലുമില്ല. തുടർന്നാണ് മൂല്യനിർണ്ണയത്തിനായി പേപ്പറുകൾ ഡിജിറ്റലൈസ് ചെയ്ത കമ്പനിയെക്കുറിച്ചും അവരിലേക്ക് എത്തിയ ടെൻഡർ വ്യവസ്ഥകളെക്കുറിച്ചും സാർഥക് അന്വേഷിച്ചിറങ്ങിയത്. സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടൽ ലഭ്യമായ ടെൻഡർ രേഖകൾ ദിവസങ്ങളോളം പരിശോധിച്ചാണ് ഹൗ CBSE റീറോഡ് റൂൾസ് ടു ഫേവർ കോയിംബ്ട് എഡ്യൂടെക് എന്ന ബ്ലോഗ് അവൻ തയ്യാറാക്കുന്നത്. 2019 തെലങ്കാന സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷന്റെ മൂല്യനിർണ്ണയത്തിലെ സോഫ്റ്റ്വെയർ തകരാറ് മൂലം അന്ന് 3 ലക്ഷം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത്. തുടർന്ന് സംസ്ഥാനത്തുടനീളം 23 വിദ്യാർത്ഥി ആത്മഹത്യയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ 23 ജീവഹാനിക്ക് കാരണമായ ഗ്ലോബറീന ടെക്നോളജീസിനെ അന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇന്ന് ആ കമ്പനിയുടെ പേരാണ് കോയിംബ്ട് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതേ കമ്പനിയെ സഹായിക്കാൻ CBSE എങ്ങനെയാണ് വ്യവസ്ഥകൾ തിരുത്തിയതെന്നാണ് സാർഥക് വ്യക്തമാക്കുന്നത്. സാർഥകിന്റെ വിലയിരുത്തലിൽ ടെൻഡർ രേഖകളിൽ കുറഞ്ഞത് 15 പ്രധാന വൈരുദ്ധ്യങ്ങളെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. വിവാദ കമ്പനിക്ക് കരാർ ലഭിക്കുന്നതിനായി CBSE ടെൻഡർ വ്യവസ്ഥകളിൽ 3 ഘട്ടങ്ങളിലായാണ് മാറ്റം വരുത്തിയത്. മുൻപ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കില്ല എന്ന വ്യവസ്ഥ നിലവിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വിലക്കാക്കി തിരുത്തി. ടെൻഡറിൽ പങ്കെടുക്കാനുള്ള കമ്പനികളുടെ വിറ്റുവരവ് പരിധി കോയിംബ്ടിന് അനുകൂലമാകും വിധം 50 കോടി രൂപയാക്കി നിശ്ചയിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ IT ഭീമനായ TCS ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കി. ശേഷമാണ് OSM ടെൻഡർ കോയിംബ്ട് എഡ്യൂടെക്കിലേക്ക് എത്തിയത്. ഒരു വലിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തം ചട്ടങ്ങൾ തിരുത്തി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് പന്താടിയതെന്നാണ് സാർഥക് ബ്ലോഗിൽ കുറിച്ചത്. ബ്ലോഗ് ചർച്ചയാവുകയും രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അത് ഏറ്റെടുക്കുകയും ചെയ്തതോടെ CBSE ടെൻഡർ നടപടികളിൽ ന്യായീകരണവുമായി എത്തിയിരുന്നു. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ സാർഥക് അവതരിപ്പിച്ച കണ്ടെത്തലുകളിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്.